മോർണിംഗ് all of you. നമസ്കാരം. എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷയും സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1667 ദിനത്തിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 11, 2025 ചൊവ്വാഴ്ച. ഓരോ ദിവസവും മികച്ചതാണ്. ഓരോ ചിന്തകളും നമ്മളെ വളർത്തുന്നുവെങ്കിൽ അത് മികച്ചതായിരിക്കും. കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ചില ആളുകൾക്കുണ്ടായ സ്വാഭാവികമായ സംശയം, അത് നല്ല ബന്ധം ഉണ്ടാക്കാനാണോ നല്ല ബന്ധം തകർക്കാനാണോ അത് സഹായിക്കുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ റെസ്പെക്റ്റിൽ നിന്നാണ് ഒരു മികച്ച ബന്ധം ഉണ്ടാവുന്നത്. പരസ്പര സഹകരണവും പരസ്പരമുള്ള റെസ്പെക്റ്റും ഒരു മികച്ച ബന്ധമുണ്ടാക്കാനാണ് സഹായിക്കുക. ഒരാൾക്ക് കൊടുക്കുന്ന ഓപ്പർച്യൂണിറ്റി, ഫ്രീഡം, അയാള് മികച്ച ട്രസ്റ്റ് വർത്തിനെസ്സോ മികച്ച റിലേഷൻഷിപ്പോ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കും. നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ നല്ല റെസ്പെക്റ്റ് സഹായകരമാണ്. അപ്പോ പലപ്പോഴും ചിന്ത അതിൻ്റെ സോഴ്സിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാക്കാതെ, ചിന്താമണ്ഡലത്തിൽ നിന്ന് കാര്യമായ മാറ്റങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാതെ, അത് പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇനി ചിന്തിക്കാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ അപകടകരമായ എമോഷനായിട്ട് കണക്കാക്കപ്പെടുകയോ ഭ്രാന്തായിട്ട് കണക്കാക്കപ്പെടുകയോ ഒക്കെ ചെയ്യും. എന്താണ് ചങ്ങാതി, നിനക്കൊന്ന് ചിന്തിച്ചുകൂടായിരുന്നില്ലേ, എനിക്കങ്ങനെ പറ്റിപ്പോയി എന്ന് പറയും നമ്മൾ. അതാണ് ചിന്തിക്കാതെ ചെയ്യുന്നതിന് അനന്തരഫലമായിട്ട് പലപ്പോഴും സംഭവിക്കുക. അപ്പം ചിന്ത തന്നെയാണ് പ്രധാനമായിട്ട് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പൊ ചേഞ്ച് ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. എനിക്ക് ചേഞ്ച് ഉണ്ടാവുന്നില്ല, എനിക്ക് റെഗുലറായിട്ട് അത് മാറ്റാൻ പറ്റുന്നില്ല, കുറച്ച് ദിവസമൊക്കെ ഓക്കെ, പിന്നീട് അതില്ല. അത് നിരന്തരമായ സ്വപ്നവേട്ടയുടെ പുറകിൽ ഒരു വേട്ടക്കാരനായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ബി എ ഹണ്ടർ ഓഫ് ദ ഡ്രീംസ്, അതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ സ്വപ്നങ്ങളെ വേട്ടയാടി പിടിക്കാനുള്ള ഒരു ഉറച്ച വേട്ടക്കാരനായിട്ട് ഇറങ്ങാത്തിടത്തോളം കാലം, ആ സമയത്ത് ഞാൻ ഇന്നലത്തെക്കാൾ മികച്ച സമയത്ത് എന്ന് എണീറ്റ് നാളെ എണീക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതിന്റെ ബേസിക് റീസൺ, ആ സമയത്ത് ഞാൻ എഴുന്നേറ്റിരിക്കും, അല്ലെങ്കിൽ ആ ഹാബിറ്റ് ഞാൻ ഉണ്ടാക്കിയിരിക്കും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാൾ യഥാർത്ഥത്തിൽ ഒരു സ്വപ്നങ്ങളുടെ വേട്ടക്കാരനാണ്. അപ്പോ നമ്മളുടെ ഉള്ളിലുള്ള ഒരു ഹണ്ടർ, ഒരു വേട്ടക്കാരൻ പുറത്തിറങ്ങിയേ പറ്റൂ. അത് ഏത് നിലക്കാണെങ്കിലും, അത് ആരോഗ്യത്തിന്റെ വിഷയത്തിലാണോ, ഭക്ഷണത്തിന്റെ വിഷയത്തിലാണോ, അതല്ലെങ്കിൽ അത് സാമ്പത്തികമായി ഡെവലപ്പ് ചെയ്യുന്നതിനാണോ, ഉള്ള കച്ചവടം ഡെവലപ്പ് ചെയ്യുന്നതിനാണോ, പുതിയ ജോലിയിൽ മികവുണ്ടാകുന്നതിനാണോ, ഒരു അവാർഡ് വാങ്ങുന്നതിനാണ്, എന്തിനാണെങ്കിലും ഏറ്റവും മികച്ച എന്ത് നേടിയെടുക്കാനാണോ ഞാൻ എൻ്റെ സ്വപ്നങ്ങളുടെ പുറകെ ഇറങ്ങി പുറപ്പെടുന്നത്, അത് ഏറ്റവും മികച്ച ഒരു ക്വാളിറ്റിയിലേക്ക് നമ്മൾ എത്തിക്കും. അപ്പം സ്ഥിര ഉത്സാഹം വേണമെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഈ സ്ഥിര ഉത്സാഹം ഉണ്ടാകുന്നത് 24 മണിക്കൂറും തൻ്റെ സിരകളിൽ, തൻ്റെ കോശങ്ങളിൽ, തൻ്റെ ചിന്തകളിൽ, തൻ്റെ നഭോമണ്ഡലങ്ങളിൽ മുഴുവനും തൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചുള്ള നിർത്താത്ത ചിന്തകളും അതിനെക്കുറിച്ചുള്ള അത് നേടിയേ അടങ്ങൂ എന്നുള്ള അടങ്ങാത്ത ആവേശവും ഒക്കെയാണ് ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ സ്വപ്നസഞ്ചാരിയാക്കി, അല്ലെങ്കിൽ സ്വപ്നങ്ങളുടെ പുറകിലുള്ള ഒരു വേട്ടക്കാരനാക്കി മാറ്റുന്നത്. ഒരു ചെറിയ വിഷയം പോലും വളരെ സീരിയസ് ആയിട്ട് എടുത്തെങ്കിൽ അല്ലാതെ കൃത്യമായി അതിനെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഒരു ചെറിയ വിഷയം പോലും അത്രയേറെ സീരിയസ് ആയി കാണാതിരുന്നാൽ അതൊരു ചെറിയ സമയം മുതൽ ഒരു വലിയ അച്ചീവ്മെന്റ് വരെ നമുക്ക് ആ രൂപത്തിൽ അതിനെ ഗൗരവത്തോടു കൂടി കണ്ടേ പറ്റൂ, കാണാൻ സാധിക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അപ്പൊ എന്തിൻ്റെയൊക്കെ ഹണ്ടർ ആവണം നമ്മൾ? നമ്മളുടെ ചെറിയ സ്വപ്നങ്ങൾ മുതൽ വലിയ സ്വപ്നങ്ങൾ വരെ വേറെ ആരും നേടിത്തരില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി വേറെ കുറെ ഹണ്ടേഴ്സ് ഇരിക്കുന്നുണ്ട്, അവര് തോക്കും അമ്പും ഒക്കെ ആയിട്ട് ഇരിക്കുന്നത് എന്തിനാ? നമ്മുടെ സ്വപ്നങ്ങൾ ഹാൻഡ് ചെയ്യുന്നതിന് അവർ നമ്മളെ സമ്മതിക്കാതിരിക്കാനാണ്. അവന്റെ സ്വപ്നം അച്ചീവ് ചെയ്യിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യാതിരിക്കാനാണ് മറ്റുള്ള ആളുകൾ അമ്പും വില്ലുമായി, തോക്കുമായി കാത്തിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ സ്വപ്നങ്ങളെ നിരാശപ്പെടുത്താനും നിരുത്സാഹപ്പെടുത്താനും നീരസപ്പെടുത്താനും പിന്തിരിപ്പിക്കാനും ഒക്കെ വഴികളിൽ ഉടനീളം ആളുകളുണ്ട്. ആ ഉടനീളമുള്ള ആളുകളെ തിരിച്ചറിയാൻ സാധിക്കണം. അത് വീട്ടിലുണ്ടാവും, അയൽപ്പക്കത്തുണ്ടാവും, കുടുംബങ്ങളിലുണ്ടാവും, ബന്ധുക്കളിലുണ്ടാവും, കൂട്ടുകാരൻ എന്നൊക്കെ പറയുന്ന ആളുകളിലുണ്ടാവും. എല്ലാ ആളുകളിലും ഇവരൊക്കെ ഉണ്ടാവും. ഇവരൊക്കെ പറയുന്ന വാക്കുകൾ നമ്മളെ തിരിച്ചു മോട്ടിവേറ്റ് ചെയ്യാനാണ് നമ്മൾ തിരിച്ചുപയോഗിക്കേണ്ടത്. അതിന് പകരം ഡീമോട്ടിവേറ്റഡ് ആവാനാണ്. അപ്പോൾ ഒരു സ്വപ്നം
സ്വപ്നങ്ങളുടെ വേട്ടക്കാരനെ യഥാർത്ഥത്തിൽ ആർക്കും ഡിമോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളെക്കുറിച്ച്. ഞാൻ ചില കാരണങ്ങൾ കൊണ്ട് ഡീമോട്ടിവേറ്റഡ് ആവാറുണ്ട് എങ്കിൽ ഇവിടെ കൃത്യമായി നമ്മളൊരു നിരന്തരമായ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്ന ആളല്ലാതെ ആയിട്ടുണ്ട്. സ്വപ്നങ്ങളുടെ വേട്ടക്കാരുടെ മുമ്പിൽ നമ്മൾ വീണു പോവാറുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. സ്വപ്നങ്ങളുടെ വേട്ടക്കാരനെ വഴിയിൽ നിന്ന് തടയുന്നവരുടെ മുമ്പിൽ നിന്നു പോവാറുണ്ട്. പക്ഷെ അവരോടൊക്കെ വഴി മാറട എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി അത് നേടിയെടുത്തേ അടങ്ങൂ എന്ന വാശിയും അടങ്ങാത്ത ആവേശവും ഒക്കെ കാണിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് അത് നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ ചിന്ത, എൻ്റെ വാക്കുകൾ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഇനി മുതൽ ഞാൻ ആ വാക്ക് ഉപയോഗിക്കില്ല. ഒരു തെറിയാണ്, അതൊരു ചീത്തയാണ്. അത് എൻ്റെ സാമൂഹിക ജീവിതത്തിൽ അതൊരു അപകടകരമായ അവസ്ഥ ഉണ്ടാക്കും. എൻ്റെ കുടുംബ ജീവിതത്തിൽ വളരെ മോശപ്പെട്ട വൃത്തികെട്ട ഒരു വാക്കാണ്. ഞാൻ ആ വാക്ക് ഇന്ന് മുതൽ ഉപയോഗിക്കുന്നില്ല എന്ന് തീരുമാനിച്ച ഒരാൾക്ക് അയാളുടെ സ്വപ്നമാണ് എൻ്റെ നാവിൽ നിന്ന് ഇനി ആ വാക്ക് വരില്ല. അപ്പൊ ആ വാക്ക് വരുത്താവുന്ന രൂപത്തിലുള്ള ഏത് പ്രകോപനവും, ഏത് ചുറ്റുപാടിലും, ഏത് സാഹചര്യത്തിലും, ഏതൊരാളും നമ്മളുടെ കൂടെ നിന്ന് ഒളിയമ്പ് ചെയ്തുകൊണ്ടേയിരുന്നാലും അതിനൊന്നും ആ വാക്ക് തിരിച്ചിനി വരാനില്ല. അവനഴിയിൽ നിന്ന് ആ വാക്ക് ഒരിക്കലും വരാത്ത വിധം അതിനെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാവുന്ന രൂപത്തിലുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ടാവും. കാരണം എന്താണ്? നമ്മുടെ സ്വപ്നമാണ് ആ വാക്കിനി വരില്ല എന്നർത്ഥം. അതാണ് സ്വപ്നങ്ങളുടെ വേട്ടക്കാരൻ്റെ പ്രത്യേകത. അതൊരിക്കലും ഇനി വരാനേ പോകുന്നില്ല. ആ വാക്ക് മരിച്ചുപോയി, ആ വാക്ക് മരിച്ചു, ആ വാക്ക് ഇനി ഞാൻ ഉപയോഗിക്കില്ല, ആ ആക്ഷൻ ഞാൻ ഇനി ഉപയോഗിക്കില്ല. ഇനി ഞാൻ ഭക്ഷണങ്ങളെ ചീത്ത പറയില്ല, ഇനി ഭക്ഷണങ്ങളെ കുറ്റം പറയില്ല. ഭക്ഷണം ഉണ്ടാക്കിയവരെ അതിന് പകരം ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യും. അതൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഡിസിഷനാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള വെല്ലുവിളികൾ ഉയർത്തുന്ന അതിശക്തമായ ഒരു തീരുമാനമാണ്. ആ തീരുമാനം ഇന്നെടുക്കുകയും ആ സ്വപ്നത്തെ സദാ പിന്തുടരുകയും അത് എന്നെ അപകടപ്പെടുത്താത്ത വിധത്തിൽ ഞാൻ അതിനെ വിജയിപ്പിച്ചെടുക്കുമെന്നുള്ള അതീവ ശക്തമായ ഒരു ഇൻറ്റൻസിറ്റി തൻ്റെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്താൽ അത് വമ്പിച്ച വിജയം ഉണ്ടാക്കുന്ന കാര്യമാണ്. സോ വിജയമുണ്ടാവാൻ നമ്മൾ ഒറ്റക്ക് പ്രയാസപ്പെടണം. നമ്മൾ ഒറ്റക്ക് അതിൻ്റെ പുറകിൽ പോകണം. ലോകത്ത് ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ആകെ യൂണിവേഴ്സൽ എനർജി മാത്രമേ നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ എനിക്ക് എൻ്റെ രക്ഷിതാവ് മതി എന്നുള്ള ഒറ്റ പ്രഖ്യാപനത്തോടു കൂടി തൻ്റെ ഓരോ സ്വപ്നങ്ങളുടെയും പുറകിൽ ഇൻറ്റൻസിറ്റിയോടുകൂടി, ശക്തിയോടുകൂടി ഇറങ്ങിത്തിരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചാലുണ്ടാകുന്ന അഡ്വാൻറ്റേജ് അത് ഓരോന്നും സമയബന്ധിതമായി നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. സമയബന്ധിതമായി നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചെങ്കിലേ നമ്മളുടെ 2025 ഇയർ ഓഫ് ഫോക്കസ് ആക്കി മാറ്റിയതിൻ്റെ ഒരർത്ഥമുണ്ടാവുകയുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ആരും മോഷ്ടിക്കാത്ത, ആരും കട്ടുകൊണ്ടുപോവാത്ത, ആരും തല്ലിത്തകർക്കാത്ത സ്വപ്നങ്ങളുടെ കോട്ട ഉണ്ടാക്കുകയും അതിനുള്ളിൽ നമ്മുടെ സ്വപ്നങ്ങളെ സ്നേഹിച്ച്, താലോലിച്ച്, പരിപാലിച്ച്, സംരക്ഷിച്ച്, സുരക്ഷിതമായി ഉറപ്പിച്ച് അതിൻ്റെ പുറകിൽ നിരന്തരമായ ഒരു പടയാളിയെ പോലെ, ഒരു പോരാളിയെ പോലെ ശക്തനായി ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് ഒരു ചെറിയ കുഞ്ഞു സ്വപ്നം മുതൽ മികച്ച സ്വപ്നങ്ങൾ വരെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കൂ. ആളുകളോട് പറയേണ്ട ആവശ്യം പോലുമില്ല. പലപ്പോഴും നമ്മൾ നേടിയെടുത്തതിന് ശേഷം ആളുകൾ അറിയുന്നുണ്ടെങ്കിൽ അറിഞ്ഞാൽ മതി എന്നല്ലാതെ ആളുകൾ അറിയിക്കേണ്ട അത്യാവശ്യം ഒന്നും നിർബന്ധമില്ല. കാരണം എന്താണ്? സ്വപ്നങ്ങൾ നിങ്ങൾ നേടിയെടുക്കുന്ന നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അത് ആവശ്യങ്ങൾക്ക് എന്താവശ്യമാവാം? സന്തോഷമുണ്ടാക്കാനാവാം, ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ടാക്കാനാവാം, ജീവിതത്തിൽ നേടിയേ മതിയാവൂ എന്നുള്ള ആവേശം കൊണ്ടാവാം, അത് നേടേണ്ടത് അത്യാവശ്യമായതുകൊണ്ടാവാം. എന്ത് കാരണമായിരുന്നാലും സ്വപ്നങ്ങൾ നേടിയെടുക്കേണ്ടത് അവനവൻ്റെ ആവശ്യമായിട്ട് കാണണം. അങ്ങനെ സ്വപ്നം കാണാനൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ സ്വപ്നം കാണാൻ പറ്റുന്ന ഒരു മെൻറ്ററെ കണ്ടുപിടിച്ച് ആ മെൻറ്ററുമായി ഇരുന്ന് എങ്ങനെ ഞാൻ സ്വപ്നങ്ങൾ കാണാൻ പഠിക്കുമെന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു പഠനം ഉണ്ടാക്കിയെടുത്തേ പറ്റും. അത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ആ രൂപത്തിൽ സ്വപ്നങ്ങൾ കാണുകയും സ്വപ്നങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണയുണ്ടാവുകയും തൻ്റെ സ്വപ്നങ്ങൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുകയും ആ സ്വപ്നങ്ങളുടെ ചെറുതെന്താണ്, വലിയ സ്വപ്നം എന്താണ്, ഷോർട്ട് സ്വപ്നം, ചെറിയ സ്പാൻ എന്താണ്, വലിയ സ്പാൻ എന്താണ്, 5 വർഷങ്ങൾക്ക് ശേഷം എന്താണ്. അപ്പോൾ ഓരോ സ്വപ്നത്തിനും ഒരു പദ്ധതിയുണ്ട്. ഓരോ സ്വപ്നവും അച്ചീവ് ചെയ്യാൻ ഒരു പദ്ധതിയുണ്ട്. ഒരു ചെറിയ സ്വപ്നം അച്ചീവ് ചെയ്യുന്ന പദ്ധതിയല്ല വലിയ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യുന്ന പദ്ധതി. അത് വ്യത്യസ്തമാണ്. അപ്പോൾ ഓരോ പദ്ധതിയും, ഓരോ സ്വപ്നത്തിൻ്റെ പദ്ധതിയും നമ്മളാണ് തയ്യാറാക്കേണ്ടത്. ആ പദ്ധതികൾ ആളുകളോട് പറയുന്നതിനേക്കാൾ പ്രധാനം തയ്യാറാക്കിയ പദ്ധതി പ്രകാരം, ആക്ഷൻ പ്ലാൻ പ്രകാരം വളരെ ശക്തമായി മുന്നോട്ട് പോകാനാണ്. ചെറിയ സംഭവം പറയാം. കുട്ടികളുടെ വിദ്യാഭ്യാസം മികച്ച സ്കൂളുകളിലേക്ക് മാറ്റാൻ, വിദേശത്തേക്ക് മാറ്റാൻ, കുട്ടികളുടെ വിവാഹത്തെക്കുറിച്ച്
അതല്ലെങ്കിൽ വീടുണ്ടാക്കുന്നതിനെ കുറിച്ച്, വീട് നോക്കുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ സ്ഥിര വരുമാനത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു വാടക വരുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്, പലതിനെക്കുറിച്ചും പലരും ചിന്തിക്കാറുണ്ട്. ഇതെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഡു വി ഹാവ് ദ പ്രോപ്പർ ആക്ഷൻ പ്ലാൻ? നമുക്ക് കൃത്യമായ ആക്ഷൻ പ്ലാൻ നമ്മുടെ അടുത്തുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഓരോ സ്വപ്നത്തിനും അതിൻ്റെതായ ആക്ഷൻ പ്ലാൻ വേണം. ചെറുതാണെങ്കിൽ ചെറുത്, വലുതാണെങ്കിൽ വലുത്, ഓരോന്നിനും അതിൻ്റെതായ ആക്ഷൻ പ്ലാനുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കൂ. അപ്പം അതിന് തളർച്ചയൊന്നും പറ്റൂല, അതിന് സങ്കടവും ദുഃഖമൊന്നും പറ്റൂല, എനിക്ക് വയസ്സായി എന്നുള്ള നിരാശാബോധമൊന്നും പറ്റൂല. പിന്നെ എന്തേ പറ്റൂ? ഞാൻ ശക്തനാണ്, ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ അച്ചീവ് ഇറ്റ് എന്ന് തോന്നണം. അങ്ങനെ തോന്നുമ്പോഴാണ് 65-ാം വയസ്സിൽ KFC ഉണ്ടായത്. കെന്തക്കി ഫ്രൈ ചിക്കൻ എന്ന് പറയുന്നത് 65-ാം വയസ്സിൽ ഉണ്ടാവുന്നത് 65-ാമത്തെ വയസ്സിനെ കുറിച്ച് അദ്ദേഹത്തിന് ചിന്തിക്കാനോ കാണാനോ പറ്റാതെ പോയതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ കൂടെ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന ആളുകളിലൊന്നും 65 വയസ്സ് എത്തിയ ആൾക്കാരാവണമെന്നില്ല, അത് കഴിഞ്ഞ ആളുകളും ആവാം. അപ്പോൾ ആ പ്രായത്തെക്കാൾ പ്രധാനം നമ്മുടെ മനസ്സിന് 16 വയസ്സിൻ്റെ ചുറുചുറുക്കും സ്വപ്നങ്ങൾ കാണാനുള്ള യൗവനവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം ആ മനസ്സ് ആളുകൾ പിന്തിരിപ്പിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ ഞാൻ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവർ അയ്യോ മാഷേ ഭയങ്കര വയസ്സായല്ലോ, മുടിയൊക്കെ ധരിച്ചാലോ, ഇപ്പോഴേ പ്രായം തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പോകുന്നതേ അവസാനിപ്പിച്ച്. അത്തരം ആളുകളെ കാണുന്നതിന് താല്പര്യമില്ല. കാരണം എന്താണ്? തൻ്റെ മനസ്സിൻ്റെ യൗവനത്തെ തകർക്കുന്ന ആളുകളുടെ അടുത്തേക്ക് അങ്ങനെ വല്ലാതെ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ കാണാതാവുമ്പോൾ എന്താ ചോദിക്കുക, എന്താ പറയുക, ലേശം തിരക്കിലാണ്, ഞാൻ പിന്നീട് കാണാം, പിന്നീട് വിളിക്കാം എന്നൊരു ഡിപ്ലോമാറ്റിക് ആയിട്ട് അവരിൽ നിന്ന് വെല്ലം വിട്ടു നിന്ന് അവനവൻ്റെ കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് തൻ്റെ മനസ്സിന് നിരാശ ഉണ്ടാക്കാനും തൻ്റെ മനസ്സിന് ദുഃഖമുണ്ടാക്കാനും തൻ്റെ മനസ്സിൻ്റെ സ്വപ്നങ്ങളെ തകർക്കാനുള്ള വാക്കുകൾ ഒളിയമ്പായും നേർക്കുനേരെ അമ്പായും ഒക്കെ എയ്ത് വിടുന്ന ആളുകൾക്കെതിരെ പോരാടുന്ന സ്വപ്നങ്ങളുടെ ഒരു യഥാർത്ഥ ശക്തനായ വേട്ടക്കാരനാവുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിന് പവർ നമ്മളുണ്ടാക്കണം. ലോകത്ത് ആരും നമുക്ക് ആ പവറൊന്നും തരില്ല. ഒരുപക്ഷെ രാവിലെ പ്രഭാതങ്ങളിൽ ഓറഞ്ച് ആപ്പിൾ മോട്ടിവേഷൻ മോൺസ്റ്ററിൽ ഇരിക്കുന്ന പല ആളുകളും അച്ചീവ് ചെയ്തപ്പോൾ പറഞ്ഞാറുണ്ട്, ഈ രാവിലെകൾ കിട്ടുന്ന ഈ മോട്ടിവേഷൻ നമ്മളുടെ ജീവിതത്തിൽ പല സ്വപ്നങ്ങളും അച്ചീവ് ചെയ്യാൻ സാധിച്ചു സാർ എന്ന്. ഇതിലിരിക്കുന്ന പല 30, 40, 50 വയസ്സിലേക്ക് എത്താനായ ആളുകൾ പലരും എനിക്കറിയാം. പല ഓറഞ്ച് ആപ്പിളിലെ പല ആളുകളും ഒരിക്കലും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കില്ല എന്ന് വിചാരിച്ച ആളുകൾ ഡ്രൈവിംഗ് ലൈസൻസ് അച്ചീവ് ചെയ്തതും 4 വീൽ ലൈസൻസ് അച്ചീവ് ചെയ്യുകയും അതിനുശേഷം കാറ് വാങ്ങുകയും ഒക്കെ ചെയ്ത റിട്ടയർമെൻറ്റ് പ്രായത്തിലേക്ക് എത്തിയ ആളുകളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ചരിത്രത്തിൽ കഴിഞ്ഞ 4-5 വർഷത്തെ ചരിത്രം ഒരുപാട് ആളുകളെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും കൂട്ടമായി സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സ്വപ്നങ്ങളുടെ ഹണ്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സഭയാണ്, സ്വപ്നങ്ങൾ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു സഭയാണ്, സ്വപ്നങ്ങളെ പരിപാലിക്കാൻ സഹായിക്കുന്ന ഒരു സഭയാണ്, പരസ്പരം മോട്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സഭയാണ്. ഈ സഭയോടൊപ്പം നമുക്ക് ശക്തമായ സ്വപ്നങ്ങളുടെ കാവൽക്കാരനായി, സ്വപ്നങ്ങളുടെ ഹണ്ടർ ഓഫ് എ ഡ്രീം ആയി ശക്തമായി മുന്നോട്ട് പോകാം. ലെറ്റ് us all do together collectively. Let us color the more lives fruitfully. Thank you. Wish you all the very best and have a great day. Love you all. Thank you, sir. Thank you so much.